ഫുട്ബോൾ ആരാധകരെ ഞെട്ടിക്കാൻ തക്ക വീര്യമുള്ള ഒരു ബോംബ് കളത്തിന് പുറത്തൊരുങ്ങുകയാണ്. പൊട്ടിയാൽ പ്രകമ്പനം ഇംഗ്ലണ്ടിൽ ഒതുങ്ങില്ല. യൂറോപ്യൻ ഫുട്ബോളിനെ തന്നെ അത് പിടിച്ചു കുലുക്കിയേക്കാം. 9 സീസണുകൾ, 115-ലേറെ നിയമലംഘനങ്ങൾ, 6 വർഷത്തോളം നീണ്ട അന്വേഷണം. മാഞ്ചസ്റ്റർ സിറ്റിക്ക് കാര്യങ്ങൾ അത്ര സേഫ് അല്ല. ഇംഗ്ലണ്ടിലെ മാത്രമല്ല, യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലൊന്നായ മാഞ്ചസ്റ്റർ സിറ്റി നിലവിൽ പ്രതിക്കൂട്ടിലാണ്. 2020-21 മുതൽ തുടർച്ചയായി 4 തവണ പ്രീമിയർ ലീഗ് ഉയർത്തിയ 2022-23 യൂറോപ്യൻ ചാമ്പ്യന്മാരായ FA കപ്പ് ഉൾപ്പെടെ സ്വന്തമാക്കി അതേ സീസണിൽ ട്രബിൾ അടിച്ച സിറ്റി യുഗത്തിന്റെ തുടക്കകാലഘട്ടം നിയമക്കുരുക്കിൽപ്പെട്ട് ചരിത്രത്തിൽ നിന്ന് മായ്ക്കപ്പെടുന്നു. ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കേസ് വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നോക്കാം അതിന്റെ നാൾ വഴികൾ. ഒന്നും രണ്ടുമല്ല, 115-ലേറെ കുറ്റങ്ങളാണ് സിറ്റിയുടെ അക്കൗണ്ടിലുള്ളത്. 2009 മുതൽ 2018 വരെയുള്ള 9 സീസണുകളിലെ ശരിയായ സാമ്പത്തിക വിവരങ്ങൾ ക്ലബ്ബ് മറച്ചുവെച്ചു, അഥവാ അവ തെറ്റായ ഇംഗ്ലീഷ് ഫുട്ബോൾ ഫെഡറേഷനെ ധരിപ്പിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കുറ്റം. തീർന്നില്ല. ഈ സീസണുകളിൽ പരിശീലകർക്കും താരങ്ങൾക്കുമായി ചിലവഴിച്ച തുകയിലെ പൊരുത്തക്കേടുകൾ, 5 സീസണുകളിലെ യുവേഫ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ അഥവാ FFP ചട്ടലംഘനങ്ങൾ, 3 സീസണുകളിൽ പ്രീമിയർ ലീഗിന്റെ പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി നിയമങ്ങളുടെ ലംഘനം, ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷന്റെ അന്വേഷണത്തോടുള്ള നിസ്സഹകരണം എന്നിങ്ങനെ ചാർജുകൾ നീളുന്നു. ഒരുപക്ഷെ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കുറ്റവിചാരണ എന്ന് പറയാം ഇതിനെ. 2018-ൽ റൂയി പിന്റോ എന്ന യുവാവാണ് എല്ലാത്തിനും തുടക്കമിടുന്നത്. പ്രമുഖ ക്ലബ്ബുകളുടെ ആയിരക്കണക്കിന് വരുന്ന ഇമെയിലുകളും ഡോക്യുമെന്റുകളും ലീക്ക് ചെയ്ത് യൂറോപ്പിലുടനീളമുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്ക് നൽകി ഈ പോർച്ചുഗീസ് ഹാക്കർ. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജർമ്മൻ ന്യൂസ് പ്ലാറ്റ്ഫോമായ ഡേ സ്പീഗലാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ആദ്യമായി രംഗത്തെത്തുന്നത്. സിറ്റിയുടെ മുൻ മാനേജർ റോബർട്ടോ മാൻസിനിയുടെയും മുൻ താരം യായ ടൂറയുടെയും കരാറിലെ പൊരുത്തക്കേടുകൾ ലീക്കായ ഡേറ്റയിൽ ഉൾപ്പെട്ടിരുന്നു. 6 വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സിറ്റിക്കെതിരായ അന്വേഷണം പൂർത്തിയായത്. 7 മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ സെപ്റ്റംബർ 16-നാണ് സിറ്റിക്കെതിരായ വിചാരണ ലണ്ടനിലെ ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സെന്ററിൽ ആരംഭിച്ചത്. 2 മാസക്കാലം നീളുന്ന വിചാരണ നടപടികൾക്കൊടുവിൽ അടുത്ത വർഷം ആദ്യത്തോടെ കേസിൽ വിധിയുണ്ടാകുമെന്നാണ് സൂചന. ഈ വിചാരണയെ സിറ്റിസൺസ് പേടിക്കേണ്ടതുണ്ടോ? വിചാരണ വിചാരിക്കുന്നതിലും വേഗം അവസാനിക്കുമെന്നാണ് പരിശീലകൻ പെപ് ഗാർഡിയോള കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പ്രസ് മീറ്റിൽ പറഞ്ഞത്. ക്ലബിനെതിരായ ചാർജുകൾ ഒന്നും തന്നെ തെളിയാൻ പോകുന്നില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു പെപ്പിന്റെ വാക്കുകളിലുണ്ടായിരുന്നത്. എന്നാൽ സിറ്റിക്കെതിരായ ചാർജുകൾ തെളിയിക്കപ്പെട്ടാൽ എന്താകും ഫലമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വിധി സിറ്റിക്കെതിരായാൽ ക്ലബിനെതിരെ ഏത് തരത്തിലുള്ള ശിക്ഷാ നടപടികൾ എടുക്കാനും ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷന് അധികാരമുണ്ട്. FA നടപടി ഘടിപ്പിച്ചാൽ സിറ്റി ചിലപ്പോൾ പ്രീമിയർ ലീഗിൽ നിന്ന് തരം താഴ്ത്തപ്പെട്ടേക്കാം. 70 മുതൽ 80 വരെ പോയിന്റ് ഡിഡക്ഷൻ വന്നാൽ ചാമ്പ്യൻഷിപ്പിലേക്ക് റെലഗേഷൻ ഉറപ്പാണെന്ന്. അതല്ല എങ്കിൽ കനത്ത പിഴയ്ക്ക് സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന സീസണുകളിൽ ഉൾപ്പെടെ താരങ്ങളുമായി പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ കഴിയാത്തത്ര കനത്ത പിഴയും സാമ്പത്തിക നിയന്ത്രണങ്ങളും വന്നേക്കാം. നിയമലംഘനങ്ങൾ നടത്തിയ സീസണുകളിൽ നേടിയ കിരീടങ്ങൾ തിരികെ നൽകേണ്ടി വരിക എന്നത് ഒരു വിദൂര സാധ്യത മാത്രമാണ്. പെപ്പിന്റെ വരവിന് ശേഷം സിറ്റി അതിന്റെ സുവർണ്ണ കാലഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. 8 വർഷ കാലയളവിൽ 17ഓളം കിരീടങ്ങളാണ് സിറ്റിയുടെ ക്യാബിനറ്റിലെത്തിയത്. വിധി ഒരുപക്ഷെ ക്ലബിനെതിരായാൽ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെയും യൂറോപ്യൻ ഫുട്ബോളിന്റെയും വിശ്വാസ്യത കൂടിയാകും. ഈ ഗെയിം വികാരമാണ്, വിലയ്ക്ക് വാങ്ങാനാവുന്നതല്ല. ഏറ്റവും ഒടുവിൽ സത്യം മാത്രം ജയിക്കട്ടെ.